പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മളിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുകയാണ്. 3 നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ യുവതിയുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ശക്തമായ സാക്ഷ്യം പകരുവാനായിട്ടും ലൗകികമായ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, ലോകത്തിൻ്റെ ജഡികമായ മോഹങ്ങളിൽ വീണു പോകാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മുടെ യുവതി യുവാക്കളെ ശക്തരാക്കണമേ എന്നും ദൈവത്തിൻ്റെ പാതയിലൂടെ നടന്നുകൊണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കുവാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളുടെ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ശരീരത്തിൽ മുറിവുകളേറ്റെങ്കിലും മനസ്സിൽ ഹൃദയത്തിൽ മുറിവുകളേക്കാത്ത ആ ഒരു മനോഭാവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്തുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം.
ചിലപ്പോഴൊക്കെ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും മറ്റുള്ളവരാൽ മുറിപ്പെടുകയും ചെയ്യാറുണ്ട് നമ്മൾ. ആയതിനാൽ ആരെയും മുറിപ്പെടുത്താതെയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറിപ്പാടുകളുണ്ടെങ്കിൽ അവയൊക്കെ സൗഖ്യപ്പെടുത്തുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് കോവിഡ്-19 ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഞങ്ങളുടെ ഈ ദേശത്തു നിന്നും നമ്മുടെ ഭൂമുഖത്തു നിന്നും ഈ മഹാമാരിയെ തുടച്ചു നീക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഏറെ പ്രത്യേകിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ.
നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലും നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ മഹനീയ മാതൃകയാൽ ഉത്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്.
ജയഘോഷത്തോടെ ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടെ ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടെ ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ആരോഹണം ചെയ്തു. കർത്താവെ, അങ്ങയുടെ പുത്രൻ്റെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. യേശു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം ഇരിക്കാം. നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം യേശുവിനെ തൻ്റെ കുടുംബക്കാർ തന്നെ മുറിപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ കാണുക. മറ്റു മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ സൗഖ്യം നൽകുവാൻ വേണ്ടി പുറപ്പെട്ട യേശുനാഥൻ തന്നെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്, മറ്റുള്ളവരെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, വിജനപ്രദേശത്ത് ജനങ്ങൾ തളർന്നു വീഴാതിരിക്കുവാൻ വേണ്ടി അവർക്ക് അപ്പം നൽകുന്ന ദൈവപുത്രൻ. മനുഷ്യൻ്റെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ദൈവത്തിൻ്റെ അരൂപിയിലുള്ളവൻ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതം നമ്മളെടുക്കുമ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ശരീരത്തിന് മുറിവേറ്റെങ്കിലും മനസ്സിനും ഹൃദയത്തിനും മുറിവേറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ മുറിവേൽക്കാറുണ്ട്, മുറിവേൽപ്പിക്കാറുണ്ട്.
മനഃപൂർവമോ അല്ലാതെയോ. ചിലപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബാല്യകാലം മുതൽ നമ്മുടെ ഒരു നല്ല പ്രായം വരെ മുറിവ് കൊണ്ട് നടക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ലോകത്തിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാൻ കടന്നു വന്നവനാണ് യേശുനാഥൻ. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യപ്പെട്ടു എന്ന് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ നമ്മൾ മുറിപ്പാടോടുകൂടി പോകേണ്ടവരല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മുറിവിൽ സൗഖ്യപ്പെടേണ്ടവരാണ്. ആയതിനാൽ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ചിന്തിക്കാനുള്ളത്, ഞാൻ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ആരെയെങ്കിലും മുറിപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറാണോ? ചിലപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ എൻ്റെ മക്കളോടോ എൻ്റെ മാതാപിതാക്കന്മാരോടോ മുറിപ്പാടോടുകൂടി അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ടാവാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്താൽ ജീവിതത്തെ മുറിവുകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ ആവശ്യമില്ലാതെ മുറിപ്പാടോടുകൂടി ജീവിക്കേണ്ടവളല്ല എന്ന വസ്തുത. നമുക്കിന്നത്തെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഒരേ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരാം. നമ്മളിന്ന് സമർപ്പിക്കുന്ന കാഴ്ച അപ്പത്തിനോടും വീഞ്ഞിനോടുമൊപ്പം നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പറയാം: ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറിപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സൗഖ്യം നൽകണമേ എന്നും ഈ തിരുനാളിലൂടെ അത് നേടിയെടുക്കുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്കേവർക്കും നൽകണമേ എന്ന് നമുക്കിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായിരിക്കുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ നീതിയോടും സത്യസന്ധതയോടും കൂടി ഭരിക്കുവാനും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തിലൂടെ കർഷകർക്ക് നീതി ലഭിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭാ മക്കളായ നമ്മൾ വിശുദ്ധിയിൽ വളർന്നു മുന്നേറുവാനും തിരുസഭയെ നയിക്കുന്ന പാപ്പയും അതോടൊപ്പം തന്നെ മറ്റു തിരുസഭാ തലവന്മാരും ശരിയായ രീതിയിൽ ആത്മീയ അരൂപിയിൽ നമ്മെ എല്ലാവരെയും നയിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും നിൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലിൻ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണി പോലിൻ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബാസ്റ്റ്യൻ സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുതകൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന
അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതേ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതേ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ
ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso est tibi Deo Patri omnipotendi in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതനായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാകാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ, എൻ ഹൃദയം നീ വസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല, നീ നൽകും സ്നേഹം പോലെ. നീയല്ലാതാരുമില്ല, നിത്യജീവനേകിടുവാൻ. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ, എൻ ഹൃദയം നീ വസിക്കും ആലയം. ആ ആ ലോകമാവൻ കടലിൽ പാപമാം ചെറുവള്ളത്തിൽ ഏറി ഞാനലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു. ലോകമാവൻ കടലിൽ പാപമാം ചെറുവള്ളത്തിൽ ഏറി ഞാനലഞ്ഞ നേരം തേടി നീ എൻ ചാരെ വന്നു. തീരം കാണാൻ കൊതിച്ചിടുമ്പോൾ രക്ഷകൻ തുഴയൊരുക്കി. ജീവിക്കാൻ ആശയേകി ജീവന്റെ നാഥനായി. ദൈവമേ, നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ, എൻ ഹൃദയം നീ വസിക്കും ആലയം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയുമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. നാളെ ഞായറാഴ്ച രാവിലെ 5:45 6:30 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 6 മണിക്കാണ് തിരുനാൾ ദിവ്യബലി. തുടർന്ന് പ്രദക്ഷിണത്തിന് കുരിശുവാഹകർ, അൾത്താരവാലന്മാർ, കാർമ്മികർ, തിരുസ്വരൂപം വഹിക്കുന്നവരും മാത്രം പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുക. വിശ്വാസികളെല്ലാവരും തന്നെ തിരുസ്വരൂപം കടന്നു പോകുന്ന വഴികളിൽ കഴിയുന്നതും തിരികത്തിച്ച് പിടിച്ച് പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. തിരുനാൾ ദിവ്യബലിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വിശ്വാസികളെ പങ്കെടുപ്പിക്കുക. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ അമ്പ് പ്രദക്ഷിണം നടത്തിയത്. അമ്പ് പ്രതിഷ്ഠ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വളരെ മനോഹരമായി നടത്തി. നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായിട്ടെല്ലാം ചെയ്യുന്ന, പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം പ്രത്യേകിച്ച് ധന്യമായ ദിനമാണ്. നാളെ വൈകിട്ട് നമുക്ക് തിരുനാൾ ദിവ്യബലിയിൽ പങ്കുചേരാനായിട്ട് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രദക്ഷിണത്തിന് എല്ലാം സജ്ജമാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഇന്ന് അമ്പ് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് അമ്പ് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാവിധ മഹാമാരികളും പകർച്ചവ്യാധികളും തിന്മകളും പൈശാചിക ശക്തികളും അകന്നു പോകണമേ. ഞങ്ങളെ നന്മയിലും സൗഖ്യത്തിലും നിലനിർത്തണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തുണയും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസഹായവും തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യവും എന്നും ഉണ്ടായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെ ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൽ വിശ്വാസികൾക്കു വാസ്തവ സംഗീതമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. രക്തസാക്ഷികൾക്കു പുണ്യ മാതൃകയാം രാജ്ഞിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. വിശുദ്ധരുടെ ഗണത്തിൽ ആശ്രയമാം രാജ്ഞിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കർമ്മല സഭയിൽ വാഴും വന്ദനീയ രാജ്ഞിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം നീതയാ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ നീ ചെവിക്കൊള്ളണമേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഞങ്ങളിൽ നീ ചൊരിയൂ ഇന്നും നിന്നനുഗ്രഹങ്ങൾ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിസ്ഥിതി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ വിശുദ്ധ ഔസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാർ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങൾ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സുഹൃതങ്ങളെ പ്രതി ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ഏറെ പ്രത്യേകിച്ച് മഹാമാരിയായ COVID-19 കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങൾക്കു നേർവഴി കാട്ടുവാൻ പണ്ടോനർപോനയിൽ ജനിച്ചവനേ. പാപികൾ ഞങ്ങൾക്കു നേർവഴി കാട്ടുവാൻ പണ്ടോനർപോനയിൽ ജനിച്ചവനേ.
സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അന്ധരെ അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, ഞങ്ങൾക്കു ധൈര്യം പകർന്നു തന്നിടുവാൻ അമ്പുകളേറ്റു മുറിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ ഞങ്ങൾ തൻ പള്ളിയിൽ ഇരിപ്പവരേ, ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ ഞങ്ങൾ തൻ പള്ളിയിൽ ഇരിപ്പവരേ, രക്തത്തിൽ മുങ്ങി ഒരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ,